ഏയ് നരൻ. ഹലോ അഞ്ജലി. നരൻ സോറി, ഇന്നലെ ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ഞാൻ രാവിലെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു, ഉണർന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. എനിവേ താങ്ക് യു വെരി മച്ച് നരൻ. പിന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഒരു ട്രീറ്റ് ഉണ്ട്, നരൻ തീർച്ചയായിട്ടും വരണം. ഓ ആണോ? എന്നാ ഒരു 11 o'clock കാണാം. അയ്യോ 9 മണിക്ക് ഒരു 10 മണി. ഓക്കെ. നരനായിരുന്നു പാർട്ടി നാളെ മതിയെന്ന്. ഇന്നെന്നോട് അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന്. അയ്യോ ബ്ലഷിങ്. പിന്നെ സാർ ഓർഡർ എന്തെങ്കിലും വേണ്ടി വരും. ഇപ്പൊ വയറ്റിൽ തീയ, അതൊന്ന് കെട്ടോട്ടെ. എക്സ്ക്യൂസ് മീ, ഒന്ന് ഇതുവഴി വരൂ. താങ്ക് യു. നല്ല ടേസ്റ്റ്. ആരും ഒടിച്ചതിന്റെ ബാക്കിയാണാവോ? ദിനമിതു കാത്തിരുന്നേറെ ഞാൻ, ചിരിമുഖമോർത്തിരുന്നേറെ ഞാൻ, മഴവില്ലു പോലെ വന്നിതാ നീ എന്നും എൻ വിസ്മയം. ഇനി ഇതൊരെൻ പകൽ സ്വപ്നമോ, സ്വയം ഇനി നുള്ളി നോക്കുന്നു ഞാൻ, മനസ്സിന്റെ താളിൽ പീലി പോലെ കാത്തിടും മോഹമേ. ഹലോ, ഇതെന്തു? അഞ്ജലി 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 ഹോ അഞ്ജലി 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 അഞ്ജലി. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാനൊന്ന് കണ്ടോട്ടെ. എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാം, ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നോട്ടെ. ആ എന്തായാലും നരനൊന്നും പറയുന്നില്ല എങ്കിൽ ഞാനൊരു സർപ്രൈസ് തരട്ടെ. തന്നോളൂ. നരനെ പരിചയപ്പെടാൻ എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. വരട്ടെ, അച്ഛന്മാരെല്ലാം വരട്ടെ. അച്ഛനെ കൂട്ടി ഒരുമിച്ച് വരാനാ ഞാൻ 10 സമയം പറഞ്ഞത്. അച്ഛന് ബാങ്കിൽ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. ആരാ? അച്ഛൻ. ആ എവിടെ? ഇവിടെ ഉണ്ട്. നരൻ എന്തൊരു ടെൻഷൻ പോലെ. ഏയ് എനിക്കോ? അല്ല, ഈ ടെൻഷൻ എന്ന് വെച്ചാല് അഞ്ജലിയുടെ അച്ഛൻ പെട്ടെന്ന് വരുന്ന സമയത്ത് അച്ഛൻ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലല്ല, ഐ മീൻ അച്ഛനെ കണ്ട അല്ല ഞാൻ എങ്ങനെ ഇരിക്കും? എഴുന്നേക്കണോ, ബഹുമാനിക്കണോ? അങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോൾ ഒരു റിലീഫ് ഉണ്ടല്ലോ, അതാണ് ഒരു വിജാഗിരി. സോറി, വിനാഗിരി. എനിക്ക് ഇതുപോലുള്ള അവസ്ഥയിലൊക്കെ ഞാൻ ഈ വിനാഗിരിയൊക്കെ എടുത്ത് കുടിക്കും. ഹാബിറ്റ് അതാ. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് അച്ഛന് സർപ്രൈസ് കൊടുത്താലോ? അഞ്ജലി ഒന്ന് പെട്ടെന്ന് ഒന്ന് മാറി തരുമോ? ഒരു 5 മിനിറ്റ്. എന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരിക്കലും മാർക്കാത്ത ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കാം. പ്ലീസ് അഞ്ജലി ഒന്ന് മാറി പ്ലീസ്. ഐ വിൽ മാനേജ് പ്ലീസ്. ബിലീവ് മീ യാ. വാഷ്റൂം വരെ പോയിട്ട് പ്ലീസ് 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 പ്ലീസ്. ദൈവം കൂടെ ഉണ്ട്. എന്തെങ്കിലും പറ്റിയോ സാർ? കോമൺ സെൻസ് വേണം. ഇത്ര കെയർലെസ് ആയിട്ടാണോ ട്രോളിംഗ് നടക്കുന്നത്? എന്റെ കണ്ണട അവിടെ. ഈ കണ്ണട ഇല്ലാണ്ട് എന്നെ എങ്ങനെ കാണൂടും? അയ്യോടാ, ചത്തുപോയി. അയ്യോ, എന്ത് പറ്റി? നിങ്ങൾ വിട്. എന്റെ കണ്ണട കണ്ണട വെച്ചോളൂ. എന്താ ഇത്? നേരത്തെ കണ്ണടയായിരുന്നു, വീണതിന് ശേഷം തവള വണ്ടിയേറിയവില്ലേ, ഗ്ലാസ് ഒക്കെ പൊട്ടി. അയ്യോ, നിങ്ങളൊക്കെ പൊക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. പക്ഷെ എന്തൊരു കെയർലെസ് ആണ് ഇവിടുത്തെ ആളുകൾ അല്ലേ? അച്ഛനോടുത്തെ ട്രോളി തല്ലി താഴെയിട്ടു. ഞാനോ? അല്ലല്ല, അച്ഛനെ ഇവിടുത്തെ ട്രോളി തല്ലി താഴെയിട്ടു. ഭാഗ്യത്തിന് കണ്ണട മാത്രമേ പൊട്ടിയുള്ളൂ. അയ്യോ, അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? ആ സ്പെയർ ഗ്ലാസ് കാറിൽ പോയിട്ടോണ്ട് വാ. അച്ഛൻ, ഇത് നരൻ, എന്റെ ഫ്രണ്ടാണ്. ഹലോ, ഹായ്. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയിട്ട് വരും. സാറിന് പഴയ പോലെ കണ്ണട ഇല്ലാണ്ട് കാണാൻ പറ്റില്ലല്ലോ അല്ലേ? പണ്ടത്തെ കാര്യം തനിക്ക് എങ്ങനെ അറിയാം? അല്ല, അഞ്ജലി പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ ശബ്ദം കേട്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. എല്ലാവരും പറയാറുണ്ട് എന്റെ വോയിസും യേശുദാസിന്റെ വോയിസും ഒരുപോലെയാണെന്ന്. അതല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന ആരുടെയോ ശബ്ദം പോലെ. എന്നെ കൊണ്ടേ പോവുള്ളൂ. ഹലോ,
അച്ഛ ഒരു മിനിറ്റ്, ഒരു കോളാണേ. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഔട്ട് ഗോയിങ് കോളാണേ. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഫോൺ കണ്ടോ? പോയിട്ട് വരാവേ. അഞ്ജലി, എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസ് വരെ പോകണം. അയ്യോ, അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു പോയാ പോരെ? അയ്യോ, തീരെ സമയമില്ല. ഇറ്റ്സ് വെരി അർജന്റ്. ഒരു 15 lakhs ചെക്കിന്റെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ സൈൻ ചെയ്യാൻ മറന്നേ. അല്ല, അഞ്ജലിക്ക് വിഷമാവണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഒരു 20 lakhs ലോസ് വരുന്നുള്ളൂ. നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. അയ്യോ ഇല്ല, സാരമില്ല. ജോലി തിരക്കാരനല്ലേ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. താങ്ക് യു അഞ്ജലി, താങ്ക്സ് എ ലോട്ട്. അപ്പൊ നമ്മൾ നാളെ പാർട്ടിക്കാണെന്നോ? ഓക്കെ. പിന്നെ അച്ഛനെ നാളെ പാർട്ടി കൊണ്ടുവരണ്ട കേട്ടോ. നന്നായി വീണുണ്ട് മുഖം അടിച്ചിട്ട്. അപ്പൊ ആള് ശരിക്കും റിലാക്സ് ചെയ്യട്ടെ. ഓക്കെ, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഓക്കെ, ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ. എന്താണ് ഇന്നലെ നീ വെള്ളം അടിച്ചില്ലടാ? അടിച്ചാണല്ലോ. നമ്മള് രണ്ടുപേരും കൂടി എന്തൊരു പൈന്റ് അടിച്ചെടുത്ത് മോട്ടർ അടിച്ചില്ലെന്ന്. കുളിമുറിയിൽ വെള്ളമില്ല. അതാണെന്ന് പോകണ്ട. അവിടെ ടാങ്കിലെല്ലാം കോരി കുളിക്കും. പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് ഇവിടെ തീർന്നു. മനുഷ്യന് ബക്കറ്റിൽ വെള്ളം കോരി കുളിക്കാന്നൊക്കെ പറഞ്ഞ ശീലമില്ലാത്ത കാര്യങ്ങളാ. തേരാപ്പാര നടന്ന് ഇവനെയൊക്കെ പിടിച്ച് ജോലിക്ക് വെച്ചിട്ട് പണി മുഴുവൻ എനിക്ക്. 8 മണിയായിട്ടില്ല. 8ന്റെ പണി വന്നു തുടങ്ങി. അയ്യോ, സൂര്യമസ്കാരം ചെയ്തില്ല. അമ്മേ, സൂര്യ നമസ്കാരമുണ്ട്. കാണുമ്പോ വെള്ളത്തിന് എന്താ തണുപ്പ്, പക്ഷെ ഒഴിക്കുമ്പോ ചൂടാ. സോളാർ തട്ടിയാ പിന്നെ എല്ലാം ചൂടാ. പൂക്കാലം വന്നു, പൂക്കാലം പൂത്തുമ്പി പൂത്തുമ്പി എന്നുള്ളം തഴുകുതേ. എടാ എന്റെ വൈകിട്ട് അഞ്ജലിയുടെ പാർട്ടി ഉണ്ട് കേട്ടാ. അഞ്ജലി അഞ്ജലി ഹായ് ഫ്രണ്ട്സ്, ഐ തിങ്ക് ഐ ആം ഓൺ ടൈം. നമ്മൾ ലേറ്റ് ആയോ? അരി മരിച്ച എന്ത് പറ്റി? വൈ സോ ഡൾ? വാട്ട്സ് ദ മാറ്റർ? വെർ ഇസ് അഞ്ജലി? അത് നരൻ താമസിക്കുന്നത് വൈറ്റിലൊരു റൂഫ് ടോപ്പിലാണോ? വാട്ട്? എന്താ? വൈ? വൈ? രാവിലെ അഞ്ജലി ബസ് വരുമ്പോ നരേൻ അവിടുന്ന് കുളിക്കുന്നുണ്ടോ? കുളിക്കുന്നതോ? ഞാനോ? നോ, ഇംപോസിബിൾ. ഞാൻ കുളിക്കാറില്ല. അല്ല, ഞാൻ അങ്ങനെ കുളിക്കാറില്ല. അവള് കണ്ടു എന്നാണല്ലോ പറഞ്ഞത്. പിടിച്ച് സമ്മതിച്ചേക്ക്. ടുഡേ കണ്ടു. കാണണല്ലോ, കാണാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്തത്. ഇറ്റ് വാസ് ആൻ ഐസ് ബക്കറ്റ് ചലഞ്ച്. കേട്ടിട്ടില്ലേ? ടെറസ് ബക്കറ്റ് ചലഞ്ച്. ഈ തെരുവ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ, ഈ പുനരധിവാസം. അവളെന്തോ ബാംഗ്ലൂർക്ക് പോവാ. ബാംഗ്ലൂർക്കോ? എന്തിന്? അവക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് നേരത്തെ ഒരു ജോബ് ഓഫർ വന്നിരുന്നു. പോകുന്നില്ലെന്നാ പറഞ്ഞിരുന്നേ. പെട്ടെന്ന് തീരുമാനം മാറ്റി. അടിത്തടി മിടുക്കന ഇവൻ അടിപൊളി രാജം നുണയന he's a killer